സൂപ്പറായിരുന്നു. പക്ഷെ ഇതിൽ കൂടുതൽ നല്ല പടം ഇനിയും വരണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ അതിന് ദിലീപ് ഏറ്റവും അടിപൊളിയാ. പേരും അതെല്ലാം നല്ല ഈ എന്തിനും പറയാ, എന്നെ സംബന്ധിച്ചൊരു നല്ല ക്യാരക്ടറായിരുന്നു ദിലീപേട്ടൻ. ആ സിനിമ സംവിധാനം ചെയ്ത സംവിധാനം ഞാൻ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. നല്ല പടം. ലാസ്റ്റത്തെ സീനില്ല വലിയ ഗോളെ കാണാൻ വരുന്നു. നല്ല അടിപൊളി പടം. നല്ല നല്ല പടം. റിയൽ സംഭവമാണല്ലോ, വായിച്ചാൽ സിനിമാറ്റിക് ആയിട്ടാണ് അങ്ങനത്തൊരു അതൊരു കോമഡി പടമല്ല, അത് സീരിയസ് ആയ ഒരു പ്രമേയമാണ്. അതുപോലെ അത് ഫിക്ഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കോമഡി ഇഷ്യൂ എന്നവർക്ക് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. വേറെ ഡിഫറെന്റ് ജോണറുള്ള പടമാണ്. വേറൊരു വെറൈറ്റിയാണ്. ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്തൊന്നും. അങ്ങനത്തെ ഒരു വ്യത്യസ്തമായ ഒരു പടമാണ്. അത്യാവശ്യം നല്ലതാണ്. എടുത്തു പറയാൻ എന്തെങ്കിലും? നല്ല കുഴപ്പമില്ല, കണ്ടിരിക്കാം. റിയൽ സ്റ്റോറി തന്നെ. ഏകദേശം തങ്കമണിയുടെ സംഭവം ബേസ് ചെയ്തുള്ള സ്റ്റോറി. ഇങ്ങനെ വാർത്തകളൊക്കെ കണ്ടിട്ട് എന്ന് വെച്ചാൽ വാർത്തകൾ ഈ പടം ബേസ് ചെയ്ത് വന്ന വാർത്തകൾ കണ്ടറിയാവുന്ന കാര്യങ്ങളേ. നല്ല സിനിമയാണ്. നല്ല ഡയറക്ഷൻ, ദിലീപേട്ടന്റെ അപാര പെർഫോമൻസ്, ഗംഭീര അഭിനയമാണ് ദിലീപേട്ടന്റെ. പിന്നെ ഡയറക്ഷൻ, നല്ല ഡയറക്ഷനാണ്, നല്ല മേക്കിംഗ് ആണ്. ഒരു ട്രൂ സ്റ്റോറി ബേസ് ചെയ്ത് വന്ന സിനിമയാണ്. നന്നായിട്ട് തന്നെ ഫിലിം മേക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പിന്നെ മ്യൂസിക്, ഗംഭീര ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്. വില്യം ഫ്രാൻസിസ് പുള്ളിയാണെന്ന് തോന്നുന്നു. നല്ല പാട്ടുകൾ, അതിന്റെ BGM ഒക്കെ സൂപ്പർ. ദിലീപേട്ടന്റെ ഗംഭീര പെർഫോമൻസ്, നല്ല സിനിമയാണ്, ഡീസന്റ് ഫിലിമാണ്. ഇതില് തീർക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എൻ്റയർലി ഒരു ഇമോഷണൽ സിനിമയാണ് വിത്ത് എ റിവെഞ്ച് സ്റ്റോറി. നല്ല സിനിമയാണ്, നല്ല ഓടാനുള്ള വലിയ സാധ്യതയുണ്ട്. ഫാമിലി ഓഡിയൻസ് ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. നല്ല ഇമോഷണൽ ആണ്. പടം കുഴപ്പമില്ല, കൊള്ളാം. ഉടലിന്റെ ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ഡയറക്ഷനിൽ നിന്നും ഈ ഒരു ഡയറക്ഷൻ നോക്കുമ്പോൾ ഡയറക്ടർ അത്യാവശ്യം നല്ല കാലിബർ ഉള്ള ആളാണ്. കാരണം ഇതിന്റെ ഒരു ഡയറക്ഷൻ വർക്ക് നന്നായിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ പടം കുഴപ്പമില്ല. നമുക്ക് ആ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻസിന്റെ ആ ഒരു ഇൻസിഡൻസ് ഒക്കെ നമ്മുടെ മനസ്സിൽ അത്യാവശ്യം തട്ടുന്നുണ്ട്. ഓവറോൾ നോക്കുമ്പോൾ കുഴപ്പമില്ല, നല്ല സിനിമയാണ്, കൊള്ളാം. പടം ഒന്നും പറയാനില്ല. ദിലീപേട്ടന്റെ പെർഫോമൻസും സ്റ്റോറി നറേറ്റിംഗ് എല്ലാം സൂപ്പർ, സൂപ്പർ പടം. എല്ലാതരം ഓഡിയൻസിനും ഇഷ്ടപ്പെടും. പിന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് ഈ സിനിമ വഴി എല്ലാവർക്കും അറിയാം. എടുത്തു പറയേണ്ടത് ദിലീപേട്ടന്റെ പെർഫോമൻസ് ആണ്. പിന്നെ ദിലീപേട്ടന്റെ ഒരു കംബാക്ക് തന്നെ ഉണ്ടാവും. തങ്കമണി ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒരു നല്ല സിനിമയായിരുന്നു. എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ 2 ദിവസം കൊണ്ട് വളരെ നല്ല ഡീഗ്രേഡിങ് നടക്കുന്ന ഒരു മൂവിയാണ് തങ്കമണി. അപ്പോൾ ഞാൻ ഇതുവരെയും കണ്ടില്ലായിരുന്നു, അപ്പോഴത്തേക്ക് ഇന്ന് കയറി കണ്ടു. നല്ല സിനിമയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു നടന്ന കാര്യത്തിന് പിന്നെ എന്താണ് അവർ ചെയ്യാനുള്ളത്? ഇതൊരു നടന്ന സംഭവമാണ്. 1986 തങ്കമണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നടന്ന, റിയൽ ആയിട്ട് നടന്നൊരു സംഭവമാണ്. അപ്പം അവിടെ നടന്ന കാര്യം അല്ലാതെ അവർക്ക് എന്താ ഇപ്പൊ കണ്ടിറങ്ങുന്ന പലരും പറയുന്നതെന്ന് വെച്ചാൽ ദിലീപിന്റെ പണ്ടത്തെ പടങ്ങൾ പോലെ കോമഡി ഇല്ല. കോമഡി പ്രതീക്ഷിച്ച് ആരും ഈ പടം കാണാൻ വേണ്ട. ഇതിനകത്ത് കോമഡി ഇല്ല, ഒരു തേങ്ങയില്ല. നിങ്ങൾക്ക് തങ്കമണി എന്ന് പറയുന്ന സ്ഥലത്ത് എന്താണോ നടന്നത് എന്നറിയണമെങ്കിൽ വന്ന് കാണാൻ പറ്റിയ ഒരു നല്ല സിനിമ. ദിലീപിന്റെയൊക്കെ എനിക്ക് തോന്നുന്നു കരിയർ ബെസ്റ്റ് ആയിട്ടുള്ള അഭിനയമാണ് കാഴ്ചവെച്ചത്. ദിലീപ് ആണെങ്കിലും നമ്മുടെ ആസീസ് നെടുമങ്ങാടാണെങ്കിലും. എനിക്ക് പിന്നെ അതിലെ പോലീസായിട്ട് ചെയ്ത പുള്ളി ജോൺ വിജയ്, അതേപോലെ മറ്റേ സമ്പത്ത്, പുള്ളിയൊക്കെ വളരെ നല്ല രീതിക്ക് അഭിനയിച്ചിരിക്കുന്നു. അതിമനോഹരമായ ഒരു സൂപ്പർ പടം. സീരിയൽ എന്ന് പറയുന്ന പലരും ഈ വൈകിട്ട് 6 മണി തൊട്ട് 9 മണി വരെ TV-യുടെ ഫ്രണ്ടിൽ കുത്തിയിരിക്കുന്ന അങ്ങനെ ഉള്ള കുറെ അമ്മച്ചിമാരായിരിക്കും വന്നത് സീരിയൽ ആയി കമ്പയർ ചെയ്യുന്നത്. അവർക്കിനി ഏത് തേങ്ങ കാണിച്ചു കൊടുത്താലും അവർ വന്നിട്ട് സീരിയൽ എന്നേ പറയും. അല്ലാതെ അങ്ങനെ ഉള്ളവരെ വായടുപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ ഉള്ളവരാണ് സത്യത്തിൽ മലയാള സിനിമയെ നശിപ്പിക്കുന്നത്. നെഗറ്റീവ് പറയുന്നവന്മാരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒരു സിനിമയ്ക്ക് പിറകിൽ ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടുണ്ട്. ഒരു സിനിമയ്ക്ക് പിറകിൽ 1 കോടി രൂപയുടെ ഫസ്റ്റ് സിനിമ എടുത്ത വ്യക്തി 25 കോടി രൂപയ്ക്കാണ് ഈ നമ്മുടെ ഈ ഒരു തങ്കമണി എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തത്. ഞാൻ പുള്ളിയെ പൊക്കുന്നതൊന്നുമില്ല, എനിക്ക് പൊക്കിയിട്ട് പുള്ളി എനിക്ക് പൈസ തരാൻ പോകുന്നില്ല. പക്ഷേ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഞാൻ എന്താണോ കണ്ടത്, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ തുറന്നു പറയുന്നു. എന്തായാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ തങ്കമണി 2-3 ദിവസവും കൂടെ തിയേറ്ററിൽ കാണും. അതുള്ള കാര്യമാണ്. കാര്യം ആൾക്കാർ പടത്തിനെ നശിപ്പിക്കുകയാണ്. ഇത് നടന്ന സംഭവമാണ്. മഞ്ഞുമൽ എന്ന് പറയുന്ന പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പടവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, നിങ്ങൾ കാണുകയും ചെയ്യണം. ഒപ്പീനിയൻ
മഞ്ഞുമൽ എന്ന് പറയുന്ന കുറെ പയ്യന്മാർ, പുതിയ കുറെ പയ്യന്മാരുടെ പടമാണ്, ശരിയല്ലേ? പടം കാണുന്ന ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാർ ആ പടം വന്ന് കാണുന്നത്. പക്ഷേ ദിലീപ് എന്ന് പറയുന്ന നടനെ സംബന്ധിച്ച് ദിലീപിനെ നമ്മൾ പറയുന്നത് നമ്മുടെ അടുക്കളയിലെ പയ്യൻ എന്ന ദിലീപിനെ നമ്മൾ പറയുന്നത്. ദിലീപിനെ ഇഷ്ടപ്പെടുന്നത് പണ്ടത്തെ ആൾക്കാരാണ്. അതൊന്ന് കണക്കാക്കണം, പണ്ടത്തെ ആൾക്കാരാണ്. അപ്പൊ വന്ന് കാണുന്ന ആൾക്കാർ പലരും അമ്മച്ചിമാരും പണ്ടത്തെ 90-കളിലെ ആൾക്കാരാ വന്ന് കാണുന്നത്. അവർ കണ്ടിട്ട് ഇനി അവർക്ക് ദിലീപിന്റെ കോമഡിയാണ് ഇഷ്ടമെങ്കിൽ കോമഡി പ്രതീക്ഷിച്ച് ഈ പടം കാണാൻ വേണ്ട. നിങ്ങൾക്ക് ഒരു സമയത്ത് നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റത്തില്ല, ഉള്ള കാര്യം പറയാമല്ലോ. മഞ്ഞുമൽ എന്താണ് വിജയിച്ചതെന്ന് പറയാൻ കാര്യം അതിനെ ഏറ്റെടുത്ത് ന്യൂ ജനറേഷൻ ആയിട്ടുള്ള കുറച്ച് ടീംസാണ്. അതേപോലെ അല്ല നമ്മുടെ ഈ തങ്കമണി വന്ന് കാണുന്നത്. ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ ഓരോ കുരങ്ങന്മാര് ഇരുന്ന് നമ്മുടെ എന്താണ് മറ്റേ യൂട്യൂബിൽ ഓരോ വീഡിയോസ് വന്നിരുന്ന് കാണും, ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് യൗമാര് വന്നിരുന്ന് കാണിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് പടം കാണാതിരിക്കല്. അവന് ആ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞാൽ അവന് പൈസ കിട്ടും, അവൻ അതിനാണ് അവൻ കാണിക്കുന്നത്. അവന് സിനിമാക്കാരുടെ അടുത്ത് മൊത്തത്തിൽ അവന് ദേഷ്യമാണ്. അവൻ അതുകൊണ്ട് അവൻ വിറ്റ് കാശാക്കാൻ നോക്കുന്നു എന്ന് കരുതി നിങ്ങൾ അവന്റെയൊക്കെ വാക്കുകൾ കേട്ട് അവന്റെയൊക്കെ വീഡിയോ കണ്ട് പടം കാണാതിരിക്കരുത്. നല്ലൊരു സിനിമയെ നശിപ്പിക്കല്ലോ നിങ്ങൾ.